ഹായ് ഓൾ, എല്ലാവർക്കും teQmade പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരാണോ? ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് കമ്പ്യൂട്ടർ ടിപ്സ് ആൻഡ് ട്രിക്സിനെ കുറിച്ചാണ്. നമുക്ക് വേഗം തന്നെ ആദ്യത്തെ ടിപ്പ് നോക്കാം. GodMode. എന്താണ് GodMode? ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ GodMode എന്ന്? GodMode എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഫോൾഡറാണ്. എന്താണ് ഈ ഒരു ഫോൾഡറിന്റെ പ്രത്യേകത? എന്തിനാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. അതിനെ ആദ്യം തന്നെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. രണ്ട് രീതിയിൽ നമുക്ക് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ആദ്യം ഷോർട്ട് കട്ട് പറയാം. Ctrl+Shift എന്നുള്ള ഷോർട്ട് കട്ട് യൂസ് ചെയ്ത് നമുക്ക് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അതും അല്ലെങ്കിൽ സാധാരണ രീതിയിൽ മൗസ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഫോൾഡർ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം അതിൻ്റെ പേര് നമുക്കൊന്ന് മാറ്റാം. അതിനുശേഷം GodMode എന്നുള്ളൊരു പേരാണ് ഞാനിവിടെ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. കോമൺ ആയിട്ട് ഈ ഒരു ഫോൾഡറിനെ GodMode എന്ന് വിളിക്കുന്നതുകൊണ്ട് ഞാനും ആ ഒരു പേരാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. പേരിലല്ല കാര്യം. പേര് കൊടുത്തതിന് ശേഷം കൊടുക്കുന്ന ഒരു കോഡുണ്ട്. ആ കോഡാണ് ശ്രദ്ധിക്കേണ്ടത്. കണ്ടില്ലേ, ഈ സ്ക്രീനിൽ കാണുന്ന ആ ഒരു കോഡ് ശ്രദ്ധിക്കുക. പേര് കൊടുത്തതിന് ശേഷം ഡോട്ട് മുതലുള്ള ആ ഒരു കോഡ് കൃത്യമായി തെറ്റിക്കാതെ കൊടുക്കുക. അപ്പോൾ എന്ത് മാറ്റമാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. സ്ക്രീനിനകത്ത് കൊടുത്തേക്കുന്ന ഈ ഒരു കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്കത് ഈസി ആയിട്ട് കോപ്പി ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് നോക്കാം എന്ത് മാറ്റമാണ് ഈ ഒരു ഫോൾഡറിന് ഈ ഒരു കോഡ് ടൈപ്പ് ചെയ്ത് കഴിയുമ്പം ഉണ്ടാവുന്നത് നോക്കാം. കണ്ടില്ലേ, ആ ഒരു ഫോൾഡറിന്റെ ഇമേജ് പാടെ മാറി, മറ്റൊരു ഇമേജ് ആയിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ ഒരു ഫോൾഡറാന്ന് പറയത്തില്ല. ഇനി എന്താണ് ഈ ഒരു ഫോൾഡറിന്റെ ഗുണം? എന്തെല്ലാം കാര്യങ്ങളാണ് അല്ലെങ്കിൽ എന്തെല്ലാം ഉപകാരമാണ് ഈ ഒരു ഫോൾഡർ കൊണ്ട് നമുക്ക് കിട്ടുന്നത്, ഒരു കമ്പ്യൂട്ടർ യൂസറിന് കിട്ടുന്നത് എന്നുള്ളത് നോക്കാം. അതിനെ നമുക്ക് ഈ ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്തെല്ലാം കാര്യങ്ങളാണെന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാവും. ഓപ്പൺ ചെയ്യാം. കണ്ടില്ലേ, ഒരു വലിയൊരു ലിസ്റ്റ് ഇവിടെ കാണാനായിട്ട് പറ്റും. ഒരുപാട് കാര്യങ്ങൾ, ഒരു വലിയ ലിസ്റ്റ് ഇവിടെ കാണാം. ഇവിടെ ഇപ്പം ഏകദേശം 257 ഐറ്റംസ് ആണ് ലിസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് ടൂൾസ്, നമുക്ക് താഴത്തേക്ക് ബാക്കി സെറ്റിങ്സ് നോക്കാം. ഓട്ടോ പ്ലേ, കളർ മാനേജ്മെൻറ്റ്, ഡേറ്റ് ആൻഡ് ടൈം, ഡിവൈസ്, ഡിസ്പ്ലേ, ആക്സസ് സെൻറ്റർ, ഫോൾഡർ ഓപ്ഷൻസ്, ഫയൽ ഹിസ്റ്ററി, ഇൻ്റർനെറ്റ് ഓപ്ഷൻസ്, ലാംഗ്വേജ്, മൗസ് നോട്ടിഫിക്കേഷൻ ആക്സസ്, പവർ മാനേജ്മെൻറ്റ് തുടങ്ങിയ നിരവധി സെറ്റിങ്സ്. അതായത് സാധാരണ നമ്മൾ കൺട്രോൾ പാനലിൽ പോയിട്ടാണ് സാധാരണ ഇങ്ങനെയുള്ള സെറ്റിങ്സ് ഒക്കെ ആക്സസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു സ്പെഷ്യൽ ഫോൾഡറിൻ്റെ സഹായത്തോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്ലിക്കിൽ നമുക്ക് എല്ലാ സെറ്റിങ്സും വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഈ GodMode ഫോൾഡർ എന്ന് പറയുന്നത് ഈ ഒരു സ്പെഷ്യൽ ഫോൾഡറിൻ്റെ പ്രത്യേകത. വളരെ വേഗത്തിൽ നമുക്ക് സെറ്റിങ്സ് എല്ലാം ആക്സസ് ചെയ്യുവാനും എഡിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ചേഞ്ചസ് വരുത്താനൊക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ സമയം ഒന്നും കളയാതെ എല്ലാവരും ഈ ട്രിക്സ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. നമുക്കെന്നാൽ അടുത്തൊരു ടിപ്പ് കണ്ടാലോ. അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. സ്ലൈഡ് ടു ഷട്ട് ഡൗൺ. പല രീതിയിൽ നമ്മൾ നമ്മുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഷട്ട് ഡൗൺ ചെയ്യാറുണ്ട്. എങ്ങനെയാണ് ലാപ്ടോപ്പ് മറ്റൊരു രീതിയിൽ ഷട്ട് ഡൗൺ ചെയ്യാം? സാധാരണ രീതിയിലല്ലാതെ ഒരു വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്യാമെന്ന് നോക്കാം. അതിനെ ആദ്യം ഒരു ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ചോദിക്കും, ലൊക്കേഷൻ ടൈപ്പ് ചെയ്യാൻ പറയും. അവിടെ ഒരു കോഡ് ടൈപ്പ് ചെയ്യണം. ആ ഒരു കോഡ് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കാം. കണ്ടില്ലേ, ഈ ഒരു കോഡാണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. തെറ്റിക്കാതെ കറക്റ്റായിട്ട് ഈ ഒരു കോഡ് നൽകുക. ഈ ഒരു കോഡും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോഡ് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഷോർട്ട് കട്ടിൻ്റെ പേര് ചോദിക്കും. ഇവിടെ ഓൾറെഡി ഒരു പേരുണ്ടാവും, നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അപ്പോൾ ഞാനത് മാറ്റിയിട്ട് ഷട്ട് ഡൗൺ എന്നുള്ളൊരു പേര് നൽകുകയാണ്. അതിനുശേഷം ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. ഷോർട്ട് കട്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു ഷോർട്ട് കട്ടിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അതിനെ നമുക്ക് ഷോർട്ട് കട്ടിൽ ക്ലിക്ക് ചെയ്യാം. കണ്ടില്ലേ, സ്ലൈഡ് ടു ഷട്ട് ഡൗൺ യുവർ PC. ഇനി PC ഷട്ട് ഡൗൺ ചെയ്യാൻ പുതിയൊരു മാർഗം കൂടെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് സ്ലൈഡ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. ഷോർട്ട് കട്ട് ടു സോഫ്റ്റ്വെയർ. നിരവധി സോഫ്റ്റ്വെയർസ് നമ്മൾ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർസ് ഒക്കെ ഈസി ആയിട്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ഒരു ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്ത് ഈസി ആയിട്ട് ഇത് ആക്സസ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഞാൻ നോട്ട് പാഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ ഷോർട്ട് കട്ട് കീ ആണ് ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണോ നോക്കാം. സെർച്ച് ചെയ്ത് നോട്ട് പാഡ് ആപ്ലിക്കേഷൻ എടുക്കുക. അതിനുശേഷം
മൗസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ഫയൽ ലൊക്കേഷനിലേക്ക് പോവുക. അപ്പോൾ നമ്മൾ നോട്ട് പാഡിൻ്റെ ഫയൽ ലൊക്കേഷനിലെത്തും. അതിനുശേഷം നോട്ട് പാഡിൻ്റെ പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുക, സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും സ്റ്റാർട്ടിങ് ഷോർട്ട് കട്ട് കീ എന്നുള്ള ഒരു ഏരിയ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഷോർട്ട് കട്ട് കീ ഇപ്പോൾ ഉള്ളത് നണ്ണാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് നമുക്ക് ഷോർട്ട് കട്ട് കീ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം കൺട്രോൾ ആൾട്ട് ഇഷ്ടമുള്ളൊരു ആൽഫബറ്റ് എ മുതൽ സെഡ് വരെയുള്ള ഏതെങ്കിലും ഒരു ആൽഫബറ്റ് നമുക്ക് യൂസ് ചെയ്യാം ഇതിന്. അപ്പോൾ ഇവിടെ പി എന്ന് കൊടുക്കാം. എന്നിട്ട് ഓക്കെ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ വേണ്ട, നോട്ട് പാഡ് അല്ലേ, അപ്പം എൻ ആയിരിക്കും ഓർത്തിരിക്കാൻ എളുപ്പം. അപ്പം പി മാറ്റി നമുക്ക് എൻ ആക്കാം. കൺട്രോൾ ആൾട്ട് എൻ എന്നുള്ള ഷോർട്ട് കീ കൊടുക്കാം. അപ്പോൾ ഈസി ആയിട്ട് അപ്പോൾ നോട്ട് പാഡ് ഓപ്പൺ ചെയ്യാൻ കൺട്രോൾ ആൾട്ട് എൻ ക്ലിക്ക് ചെയ്താൽ മതിയാവും. പെൻ എന്ന് കൊടുത്തതിന് ശേഷം അപ്ലൈ ചെയ്യുക. ഓക്കെ കൊടുക്കുക. ഇനി നമുക്ക് ആ ഷോർട്ട് കട്ട് കീ പ്രസ് ചെയ്ത് നോക്കാം. കൺട്രോൾ ആൾട്ട് എൻ, കണ്ടില്ലേ, നോട്ട് പാഡ് ഓപ്പൺ ആയി. അപ്പോൾ ഇനി വളരെ ഈസി ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള സോഫ്റ്റ്വെയർ, എക്സലോ വേർഡോ ഏത് സോഫ്റ്റ്വെയർ വേണമെങ്കിലും, സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇനി അടുത്തൊരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഷോർട്ട് കട്ട് കീ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അടുത്തത് പെയിൻറ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഇതേ തരത്തിലുള്ള ഷോർട്ട് കട്ട് കീ നോക്കാം. ഫയൽ ലൊക്കേഷനിൽ പോവുക, പെയിൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെയും ഷോർട്ട് കട്ട് കീ നണ്ണാണ്, ഷോർട്ട് കട്ട് കീ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് കൺട്രോൾ ആൾട്ട് പി, പെയിൻറ് ആയതുകൊണ്ട് തന്നെ പി എന്ന് പറയുന്ന ആൽഫബറ്റ് യൂസ് ചെയ്യാം. ഏതൊരു ആൽഫബറ്റും യൂസ് ചെയ്യാമെന്ന് നിങ്ങളുടെ ഇഷ്ടമാണ്. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അതിനുശേഷം കൺട്രോൾ ആൾട്ട് പി നമുക്ക് പ്രസ് ചെയ്ത് നോക്കാം. കൺട്രോൾ ആൾട്ട് പി, കണ്ടില്ലേ, പെയിൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി. അപ്പോൾ അതുപോലെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഷോർട്ട് കട്ട് കീ ആണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക. നമുക്ക് വേഗം തന്നെ അടുത്ത ടിപ്പ് നോക്കാം. സ്റ്റെപ്സ് റെക്കോർഡർ. സ്റ്റെപ്സ് റെക്കോർഡർ എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷനാണ്. ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന യൂസറുടെ സ്റ്റെപ്സ് ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ജോലി. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനായി വിൻഡോസിനകത്തുള്ള റൺ ആപ്ലിക്കേഷൻ നമുക്ക് ആവശ്യമാണ്. അതിനായി വിൻഡോസ് കീയും കീബോർഡിനകത്തുള്ള ആർ എന്ന് പറയുന്ന ബട്ടണോട് പ്രസ് ചെയ്യാം. അതിനുശേഷം വരുന്ന ബോക്സിനകത്ത് PSR എന്നുള്ള ഒരു കോഡ് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യാം. അപ്പം സ്റ്റെപ്സ് റെക്കോർഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും. അതിനുശേഷം സ്റ്റാർട്ട് റെക്കോർഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കത് മിനിമൈസ് ചെയ്തിടാവുന്നതാണ്. ഇനി നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ഓരോ സ്റ്റെപ്പും ഇത് ക്യാപ്ചർ ചെയ്യും. എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പിലാണ്. അതിൽ നിന്ന് ഞാൻ നമ്മുടെ ലോക്കൽ ഡിസ്കിലേക്ക് പോയി. അതിനുശേഷം ഡെസ്ക്ടോപ്പ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്തു. ലെഫ്റ്റ് സൈഡിലുള്ള പിക്ചർ എന്ന് പറഞ്ഞ സെക്ഷനിലേക്ക് പോയി. അതിനുശേഷം മ്യൂസിക് എന്ന് പറഞ്ഞ സെക്ഷനിലേക്ക് പോയി. നമുക്ക് ക്ലോസ് ചെയ്യാം. തിരിച്ച് പിന്നെയും ഡെസ്ക്ടോപ്പിലെത്തി. ഇനി നമുക്ക് ഈ സ്റ്റെപ്സ് റെക്കോർഡ് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. കണ്ടില്ലേ, സ്റ്റെപ്സ് റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം സംഭവിച്ചിട്ടുള്ള ഓരോ സ്റ്റെപ്സും അത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ കാണാം എങ്ങനെയാണ് ഓരോ ലൊക്കേഷനിൽ നമ്മൾ പോയിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ പാത്ത് എല്ലാം അത് ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം കൂടുതലായിട്ട് നമുക്ക് സഹായകരമാവുന്നത് സിസ്റ്റം ട്രബിൾ ഷൂട്ടിംഗ് സ്റ്റെപ്സ് ഒക്കെ ആവശ്യകരമായിട്ട് വരുന്ന സമയത്താണ്. സിസ്റ്റം ട്രബിൾ ഷൂട്ടിങ്ങിനൊക്കെയാണ് കൂടുതലായിട്ടും സ്റ്റെപ്സ് റെക്കോർഡർ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ക്യാപ്ചർ ചെയ്ത ഈ ഒരു ഇമേജ് എല്ലാം നമുക്ക് സേവ് ചെയ്ത് വെക്കാം. ഒരു സിപ്പ് ഫോൾഡറായിട്ട് സേവ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ടിപ്സും ട്രിക്സും നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.